നെക്സ്റ്റ് നമ്മുടെ ഒരു ടോപ്പിക്കാണ് ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഒരു കമ്പനി നമ്മൾ ഫോം ചെയ്തെടുക്കുമ്പോൾ ഡിഫറെൻറ്റ് സ്റ്റേജസിലൂടെ കടന്നു പോകണം. അല്ലാതെ നേരെ ചെന്നിട്ടൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല. ചില കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന് മുമ്പ് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോ സ്റ്റേജിലൂടെ എങ്ങനെയാണ് കടന്നു പോകേണ്ടതെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സ്റ്റേജിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. അത് ഫസ്റ്റ് വൺ പ്രൊമോഷൻ, സെക്കൻഡ് രജിസ്ട്രേഷൻ ഓർ ഇൻകോർപ്പറേഷൻ, തേർഡ് വൺ ഈസ് ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ ആൻഡ് ഫോർത്ത് വൺ ഈസ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. അപ്പോൾ ഇനി ഇത് ഓരോന്നായിട്ട് നോക്കാം. ഇത്ര സ്റ്റേജിലൂടെയാണ് നമ്മൾ ഒരു കമ്പനി ഉണ്ടാക്കിയെടുക്കുമ്പോൾ പോവേണ്ടത്. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് പ്രൊമോഷൻ. പ്രൊമോഷൻ ആണ് നമ്മളുടെ ഏറ്റവും ഫസ്റ്റത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ, നമ്മൾ ഇന്നൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ ടെക്സ്റ്റൈൽസ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ്, അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. ആ ഒരു ഐഡിയേനെ നമ്മൾ എന്താക്കി മാറ്റേണ്ട, റിയാലിറ്റിക്ക് കൊണ്ടുവരികയാണ് ഈ ഒരു സ്റ്റേജിൽ. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യണത് ആരാ? പ്രൊമോട്ടേഴ്സാണ്. പ്രൊമോട്ടേഴ്സ് ഒരു ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടോ ആവാം. പ്രൊമോട്ടേഴ്സാണ് നമ്മളിതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണത്. ആ ഒരു ബിസിനസ് ഐഡിയേനെ എന്താക്കി മാറ്റാൻ, റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ, ഐഡിയേനെ എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യണത് അവരാണ്. അപ്പോൾ in this phase, the idea of starting a business is converted into reality with the help of promoters of the business idea. In this stage, the idea are executed. Okay. അപ്പോൾ ഇനി നമ്മൾ പ്രൊമോഷനിൽ തന്നെ നമ്മൾ വേറെ ചെയ്യണ കാര്യങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. പ്രൊമോഷനിൽ തന്നെ നമ്മുടെ പ്രൊമോട്ടർ ഡിഫറെൻറ്റ് സ്റ്റെപ്പിലൂടെ കടന്നു പോകുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഒരു കമ്പനി പ്രൊമോട്ട് ചെയ്യണത്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്കവറി ഓഫ് ബിസിനസ് ഐഡിയയാണ്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെ, നമ്മളൊരു ബിസിനസ് ഐഡിയ ഏതാണെന്ന് കണ്ടുപിടിക്കുകയാണ്. ഇപ്പോൾ ടെക്സ്റ്റൈലാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷോപ്പിംഗ് മാളാണോ ഉണ്ടാക്കേണ്ടത്, അതോ നമ്മളുടെ സൂപ്പർ മാർക്കറ്റാണോ, ജ്വല്ലറി ആണോ, അങ്ങനെ എന്താണ് ഐഡിയ എന്ന് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കുകയാണ്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് സ്റ്റേജിലാണ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് വെരിഫിക്കേഷൻ. അപ്പോൾ ആ ഒരു ഐഡിയ നമുക്ക് കിട്ടിയല്ലോ, ഇനി അതുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മൾ കറക്റ്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പഠിക്കണം. ആ ഒരു ഫീൽഡിലെ മാർക്കറ്റ് എങ്ങനെയാണ് കടന്നു പോകുന്നത്, അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് മറ്റ് സ്ട്രാറ്റജീസ്, കോമ്പറ്റീറ്റേഴ്സ് എങ്ങനെയാണ് ചെയ്യണത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ്സിനെ പറ്റി എല്ലാം പഠിച്ച് കറക്റ്റ് വെരിഫൈ ചെയ്യണം. എല്ലാ കാര്യങ്ങളും, നല്ല ഇൻഫർമേഷനും കളക്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അസംബ്ലിംഗ് ആണ്. നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷനൊക്കെ ഒന്നിച്ച് ചേർത്തിട്ടാണ് നമ്മൾ അസംബിൾ ചെയ്യണത്. അതായത് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എങ്ങനെയാണ്, അങ്ങനെയുള്ള ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അസംബിൾ ചെയ്യണം ഒരു ബിസിനസ്സിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കുന്ന ബിസിനസ്സിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫൈനാൻസ് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള ഫണ്ട് കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് കിട്ടുക, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവുമല്ലോ, ഫണ്ട് അറേഞ്ച് ചെയ്യാനുള്ളതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവസാനമാണ് ചെയ്യുക. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് നമ്മൾ പ്രൊമോട്ടേഴ്സ് ഈ ഒരു പ്രൊമോഷൻ്റെ സ്റ്റേജിൽ ചെയ്യണത്. ഡിസ്കവറി ഓഫ് ബിസിനസ് ഐഡിയ, ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് വെരിഫിക്കേഷൻ, അസംബ്ലിംഗ്, ഫിനാൻസിങ് ദ പ്രൊപ്പോസിഷൻ. ഇനി അങ്ങനെ ആ ഒരു പ്രൊമോഷൻ എന്ന് പറഞ്ഞൊരു സ്റ്റേജ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഇൻകോർപ്പറേഷനാണ്. ഇൻകോർപ്പറേഷൻ ഓർ രജിസ്ട്രേഷൻ എന്ന് പറയും. അതായത് ഈ ഒരു സ്റ്റേജിൽ മെയിനായിട്ട് ഫസ്റ്റ് രജിസ്റ്റർ, നമ്മൾ പറഞ്ഞിരുന്നു ഓൾറെഡി, നമ്മൾ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ കമ്പനീസ് ആക്ട് 2013 പ്രകാരം നമ്മൾ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഒരു കമ്പനി ഒരു എക്സിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ, നിലനിന്ന് പോവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രജിസ്ട്രാറെയാണ് സമീപിക്കേണ്ടത്. കുറേ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻ ദിസ് സ്റ്റേജ് ദ കമ്പനി ഗെറ്റ് രജിസ്റ്റേർഡ് വിച്ച് ബ്രിങ്സ് ദ കമ്പനി ഇൻ ടു എക്സിസ്റ്റൻസ്. എ കമ്പനി ഈസ് said to be existence if it is registered as per the Companies Act 2013. In order to get a company registered, some documents need to be provided to the registrar of companies. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു രജിസ്ട്രേഷന് വേണ്ടിയിട്ട് എന്തൊക്കെ സ്റ്റെപ്പിലൂടെ കടന്നു പോയാൽ മാത്രമേ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടുള്ളൂ നോക്കാം. ഫസ്റ്റ് വൺ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ആണ്. മെമ്മോറണ്ടം നമുക്കറിയാം കമ്പനീൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആണത്. അപ്പോൾ അത് നമ്മളുടെ കമ്പനീൻ്റെ ഫൗണ്ടേഴ്സൊക്കെ സൈൻ ചെയ്തിട്ടുണ്ടാവണം. നമുക്കറിയാം നമ്മളുടെ പബ്ലിക് കമ്പനീനെ സംബന്ധിച്ചിടത്തോളം 7 മെമ്പറെങ്കിലും മിനിമം വേണം. പ്രൈവറ്റ് കമ്പനിക്കോ 2 മെമ്പറെങ്കിലും വേണം. അവരൊക്കെ ഈ ഒരു മെമ്മോറണ്ടത്തിൽ സൈൻ ചെയ്തിട്ടുണ്ടാവണം. ഇത് കറക്റ്റായിട്ട് രജിസ്റ്റർ ചെയ്ത് നമ്മൾ സ്റ്റാമ്പ് ചെയ്യണം. എന്നിട്ട് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ. എ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ മസ്റ്റ് ബി സൈൻഡ് ബൈ ദ ഫൗണ്ടേഴ്സ് ഓഫ് കമ്പനി. A minimum of 7 members are required in case of public company and 2 in case of private company. The memorandum of association must be properly registered and stamped. And memorandum ചെയ്തു. ഓക്കെ. ഇനി നെക്സ്റ്റ് വേണ്ടത് എന്തിട്ടാണ്? നമ്മുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും നമ്മൾ ഈ നേരത്തെ മെമ്മോറണ്ടത്തിൽ ഒപ്പുവെച്ചവരൊക്കെ ഇല്ലേ, അത് ഇതിലും ഒപ്പുവെക്കണം. മാത്രമല്ല ഇത് ഒപ്പുവെച്ച് കറക്റ്റായിട്ട് നമ്മൾ രജിസ്ട്രാർക്ക് എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവണം. Articles of association is also required to be signed and submitted. All members
who previously signed memorandum of association should also be signing the articles of association. ഇനി നെക്സ്റ്റിൽ നമ്മൾ എന്താണെന്നറിയോ, നമ്മളെ ഡയറക്ടേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ കമ്പനിക്ക്, നമ്മളുടെ കാര്യങ്ങളൊക്കെ നോക്കി നിർത്താനായിട്ട് നമ്മൾ എലക്ട് ചെയ്തൊക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെ ലിസ്റ്റ് കറക്റ്റായിട്ട് നമ്മൾ രജിസ്ട്രാറുടെ കയ്യിൽ കൊടുക്കണം. അപ്പോൾ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് പ്രിപ്പയറിംഗ് എ ലിസ്റ്റ് ഓഫ് ഡയറക്ടേഴ്സ് വിച്ച് ഷുഡ് ബി ഫൈൽഡ് വിത്ത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. ദെൻ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഡയറക്ടേഴ്സ്, അവരൊരു റിട്ടേൺ കൺസെൻറ്റ്, ഒരു സമ്മതപത്രം, ഞങ്ങളാണ് ഡയറക്ടേഴ്സ് എന്നുള്ള രീതിയിൽ സമ്മതപത്രം എഴുതിയിട്ടൊക്കെ രജിസ്ട്രാറിന് സമർപ്പിക്കേണ്ടതുണ്ട്. അതാണ് നെക്സ്റ്റ് സ്റ്റേജിൽ. ഡയറക്ടേഴ്സ് ഓഫ് ദി കമ്പനി ഷുഡ് പ്രൊവൈഡ് എ റിട്ടേൺ കൺസെൻറ്റ് അഗ്രീയിങ് ടു ബി ഡയറക്ടേഴ്സ് ഷുഡ് ബി ഫൈൽഡ് വിത്ത് ദ രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. അത് കഴിഞ്ഞു. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഓഫീസ് ഉണ്ടല്ലോ, നമ്മളെ കമ്പനിക്ക് തന്നെ ഒരു ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതും രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യണം. കറക്റ്റായിട്ട് അതിൻ്റെ രേഖകളും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ദ നോട്ടീസ് ഓഫ് അഡ്രസ് ഓഫ് ദി ഓഫീസ് നീഡ് ടു ബി ഫിൽഡ്. ഇനി നെക്സ്റ്റ് അവസാനം വരണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ. ഒന്നുകിൽ അത് ഹൈക്കോർട്ടിൻ്റെയോ സുപ്രീം കോർട്ടിൻ്റെയോ അഡ്വക്കേറ്റോ അല്ലെങ്കിൽ നമ്മളുടെ ഡയറക്ടർ ആവാൻ കഴിവുള്ളൊരു പേഴ്സണോ, അത് സെക്രട്ടറിയോ മാനേജിങ് ഡയറക്ടറോ, ഇവിടെ ആരുടെയെങ്കിലുമൊക്കെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒരു ഡിക്ലറേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ കറക്റ്റായിട്ട് അതും കൂടിയിട്ട് നമുക്ക് നമ്മളുടെ രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ എ സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ ഷുഡ് ബി മെയ്ഡ് ബൈ എനി അഡ്വക്കേറ്റ് ഓഫ് ഐദർ ദി ഹൈക്കോർട്ട് ഓർ സുപ്രീം കോർട്ട് ഓർ എ പേഴ്സൺ ഓഫ് the capacity of directors, secretary or managing director. This declaration shall be filed with the registrar of the company. അപ്പോൾ അത്ര കാര്യങ്ങൾ ചെയ്യണം നമ്മൾ രജിസ്ട്രേഷന് വേണ്ടിയിട്ട്. ഇതൊക്കെ നമുക്ക് രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് ആണ്. മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, അതുപോലെ ലിസ്റ്റ് ഓഫ് ഡയറക്ടേഴ്സ് കൊടുക്കണം, ഡയറക്ടേഴ്സിൻ്റെ ഒരു സമ്മതപത്രം, നിങ്ങൾ ഡയറക്ടറാണെന്നുള്ള രീതി അത് കൊടുക്കണം, പിന്നെ ഓഫീസിൻ്റെ അഡ്രസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ കൊടുക്കണം, പിന്നെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ, അഡ്വക്കേറ്റിൻ്റെയോ അല്ലെങ്കിൽ ഡയറക്ടർ സെക്രട്ടറി ഒരു ഡിക്ലറേഷൻ. അത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് രജിസ്ട്രേഷൻ പൂർണ്ണമാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ നമ്മളുടെ രജിസ്ട്രാർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, നമ്മുടെ ഈ ഡോക്യുമെൻറ്റിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിലാണ് രജിസ്ട്രാർ എന്ത് കൊടുക്കുക, ഈ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കൊടുക്കുക. അതാണ് ഇവിടെ ആ ഒരു എക്സാമ്പിളായിട്ട് കാണിച്ചേക്കുന്നത്. ഇങ്ങനൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയാലാണ് അവർക്ക് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളുടെ കമ്പനീൻ്റെ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറയാം നമുക്ക് വേണമെങ്കിൽ. അപ്പോൾ ആ ഒരു ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊടുത്ത് രജിസ്ട്രാർ ഓക്കെയാണ്, ആൾ സാറ്റിസ്ഫൈഡ് ആണ്, ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആളിത് കൊടുക്കും. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഈസ് ഇഷ്യൂഡ് വെൻ ദ രജിസ്ട്രാർ ഈസ് സാറ്റിസ്ഫൈഡ് വിത്ത് ദ ഡോക്യുമെൻറ്റ്സ് പ്രൊവൈഡഡ്. ദിസ് സർട്ടിഫിക്കറ്റ് വാലിഡേറ്റ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദി കമ്പനി ഇൻ ദ റെക്കോർഡ്സ്. അങ്ങനെ ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമാണ് ഒരു കമ്പനീൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് കറക്റ്റായിട്ട് വാലിഡിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതില്ലെങ്കിൽ നമുക്ക് എക്സിസ്റ്റ് ചെയ്ത് പോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ നമുക്ക് ഒരു കമ്പനി എന്നുള്ള രീതിയിൽ പറ്റില്ല. അപ്പോൾ അത്രയാണ് നമുക്കിതിൽ ഇൻകോർപ്പറേഷൻ്റെ സ്റ്റേജിൽ പറയണത്. അങ്ങനെ നമ്മൾ കമ്പനി സർട്ടിഫിക്കറ്റ് ഇൻകോർപ്പറേഷൻ കാര്യങ്ങളൊക്കെ കിട്ടി നമുക്ക് കമ്പനിക്ക്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ. ക്യാപിറ്റൽ കണ്ടുപിടിക്കണമല്ലോ, ഇനി പൈസ ആവശ്യമുണ്ടല്ലോ ഇനി. അപ്പോൾ നമ്മൾ കമ്പനീനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇൻകോർപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടൊന്നും ഉണ്ടാവണം എന്നില്ല അങ്ങനെ നമ്മുടെ കയ്യിൽ. അങ്ങനെ എല്ലാ ഫണ്ടും വെച്ചുകൊണ്ടൊന്നുമല്ലല്ലോ നമ്മൾ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാപിറ്റൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യും ആളുകൾക്ക്. അപ്പോൾ പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ നമുക്ക് പബ്ലിക്കിൻ്റെ നിന്ന് ഷെയർ ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. എന്നാൽ പബ്ലിക് കമ്പനിക്ക് അങ്ങനെ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അവരെന്താ ചെയ്യുക, അവർക്ക് ഒരു പ്രോസ്പെക്ടസ് ഉണ്ടാവുമല്ലോ, അത് നമ്മൾ രജിസ്ട്രാർക്ക് ഫയൽ ചെയ്തിട്ടുണ്ടാവണം. അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അതിൽ നിന്നും പബ്ലിക് എന്തായിരിക്കും, ഷെയർ വാങ്ങിക്കും. അവർക്ക് ആവശ്യമായിട്ടുള്ള ഷെയറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഈ ആപ്ലിക്കേഷൻ ഇത്ര അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും, ഇത്ര ഷെയറാണ് ഞങ്ങൾക്ക് ആവശ്യം, ഇത്രയെങ്കിലും ഞങ്ങൾക്ക് ആവശ്യം എന്നൊക്കെ കറക്റ്റ് രജിസ്ട്രാറുമായിട്ട് ആ ഒരു ഇതിൽ പ്രോസ്പെക്ടസിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടാവും എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതിൽ നിന്ന് എന്തായിരിക്കും, ആളുകൾ ഷെയറൊക്കെ വാങ്ങിക്കും. എന്നിട്ട് ആപ്ലിക്കേഷൻ്റെ ആ മണി ഉണ്ടല്ലോ ഫസ്റ്റ് കൊടുക്കണം, അത് കമ്പനീൻ്റെ ബാങ്കിലേക്കാണ് അത് പോവുക. ഓക്കെ, അത് കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇത്ര പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഓൾറെഡി നമ്മൾ ആ ഒരു പ്രോസ്പെക്ട്സിൽ പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾക്ക് ഇത്രയെങ്കിലും മിനിമം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് വേണം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ
കറക്റ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള അലോട്ട്മെൻറ്റിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നോക്കും. അതാണ് ഈ ഒരു സ്റ്റേജിൽ ചെയ്യണത്. ആഫ്റ്റർ ഇൻകോർപ്പറേഷൻ എ കമ്പനി ക്യാൻ റൈസ് ക്യാപിറ്റൽ ബൈ ഇഷ്യൂയിങ് ഷെയർസ്. A private company cannot issue shares to public. In case of public company, a copy of prospectus is filled with the registrar and it will be issued to the public. Those who are intended in purchasing shares are required to send their application money to company's banker on the last date fixed for the receipt of application. If the company has received application equal to minimum subscription, the directors will start with the allotment of shares. അതായത് അവസാനത്തിൽ ഇത് പറയുന്നുണ്ട്, നമ്മൾ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ, അത് പറയാൻ പറഞ്ഞു. ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, ഇന്ന ഡേറ്റിനുള്ളിൽ നമുക്ക് ഇത്ര കറക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച മിനിമം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് കിട്ടിയിട്ടുണ്ടാവണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനുള്ളിൽ ആ വിചാരിച്ച എമൗണ്ട് നമുക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ ഡയറക്ടേഴ്സ് എന്നിട്ടാണ് ബാക്കിയുള്ള അലോട്ട്മെൻറ്റിൻ്റെ ഷെയറും കാര്യങ്ങളുടെ പ്രൊസീജിയറിലേക്ക് കടക്കുക കേട്ടോ. അപ്പോൾ അത് പറഞ്ഞപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പം മിനിമം സബ്സ്ക്രിപ്ഷൻ എന്നുള്ളൊരു വേർഡ് വന്നിരുന്നു. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്കറിയാം നമ്മളുടെ കമ്പനിക്ക് ഇത്ര എമൗണ്ട് ക്യാപിറ്റൽ ആവശ്യമാണ്. നമ്മൾ എല്ലാം നോക്കി നടത്തിയല്ലോ. ഇത്രയും സ്റ്റേജിൽ ഇപ്പോൾ നമുക്ക് എല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്തു. അപ്പോൾ അതിൽ കറക്റ്റ് നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾക്ക് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇത്ര എമൗണ്ട് വേണമെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇത്ര എമൗണ്ട് നമ്മൾ പബ്ലിക്കിൻ്റെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് ബിസിനസ് തുടങ്ങാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഒരു ബിസിനസ് നമുക്ക് തുടങ്ങണം. അപ്പോൾ നമ്മൾ ടെക്സ്റ്റൈൽ എന്നുള്ളൊരു ഇതാണ് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചേക്കണം. കമ്പനി ഒരു ടെക്സ്റ്റൈൽ മാനുഫാക്ചർ ചെയ്യണ കമ്പനിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചേക്കണം. അപ്പോൾ അതിന് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടാവും ഓൾറെഡി ഇത്ര എമൗണ്ട് ആയിരിക്കും വേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് ഒരു 10 കോടിയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഒരു 10 കോടിയുടെ 90% നമ്മൾ മിനിമം സബ്സ്ക്രിപ്ഷനായിട്ട് കാണിക്കണം. അതായത് നമ്മൾ പബ്ലിക് കമ്പനി ആണെങ്കിൽ പബ്ലിക്കിൻ്റെ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് 90% നമ്മളതിൽ കാണിക്കണം ഒരു മിനിമം സബ്സ്ക്രിപ്ഷൻ ഇതായിട്ട്. അതാണ് ആ ഒരു കമ്പനീസ് ആക്ടിൽ പറയണത്. 1956 പ്രകാരം 90% നമ്മൾ ഈ ഒരു ഷെയറായിട്ട് ഇഷ്യൂ ചെയ്തിട്ട് വാങ്ങിച്ചിട്ടുണ്ടാവണം. അതാണ് റൂള്. അപ്പം നമ്മൾ ഈ ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത് ഷെയർ വാങ്ങിക്കണ സമയം ഉണ്ടാവുമല്ലോ, പബ്ലിക് ഷെയർ വാങ്ങിക്കണ സമയം ഉണ്ടാവുമല്ലോ, ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു 90% കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അങ്ങനെ 90 ലക്ഷം, ഇപ്പോൾ 10 crore എന്നുള്ളതിൻ്റെ ഒരു 90 ലക്ഷം കിട്ടി, 10 crore 90% കിട്ടിയില്ല നമുക്ക്. അതാണല്ലോ നമ്മുടെ മിനിമം സബ്സ്ക്രിപ്ഷൻ നമ്മൾ പ്രോസ്പെക്ടസിൽ കാണിച്ചിട്ടുണ്ടാവുക. അത് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റിയില്ല, നമ്മളതിന് അത്ര ആൾക്കാർ ഷെയർ ഒന്നും വാങ്ങിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത്ര കിട്ടിയ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അതായത് നമുക്ക് കുറച്ചൊരു 10 ലക്ഷത്തിൻ്റെ ആപ്ലിക്കേഷനേ കിട്ടിയുള്ളൂ എന്ന് വിചാരിക്കുക, 90% ഒന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മൊരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാവും, ഇന്നൊരു ഡേറ്റിനുള്ളിൽ ഇത്ര കിട്ടിയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് ആ കിട്ടിയ ആപ്ലിക്കേഷൻ മണി ഉണ്ടല്ലോ, അതായത് ഓൾറെഡി ബാങ്കിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടാവില്ല ആൾക്കാർ, അതൊക്കെ നമ്മൾ തിരിച്ചു കൊടുക്കണം, ഒക്കെ റീഫണ്ട് ചെയ്യണം. ആ എമൗണ്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. വെൻ ദ ഷെയർസ് ആർ ഇഷ്യൂഡ് ടു ബി ജനറൽ പബ്ലിക്, ദ മിനിമം എമൗണ്ട് ദാറ്റ് മസ്റ്റ് ബി സബ്സ്ക്രൈബഡ് ബൈ ദ പബ്ലിക് സോ ദാറ്റ് ദ കമ്പനി ക്യാൻ അലൗട്ട് ഷെയർ ടു ദ ആപ്ലിക്കൻറ്റ് ഈസ് ടേംഡ് ആസ് മിനിമം സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ നമ്മളുടെ പബ്ലിക്കിൽ നിന്നും നമ്മൾ മിനിമം സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട്, മിനിമം ഒരു എമൗണ്ട് കിട്ടണമെന്ന് നമ്മൾ പബ്ലിക്കിൻ്റെ നിന്ന് വിചാരിച്ചിട്ടുണ്ടാവും കറക്റ്റ്. അപ്പോൾ ആ ഒരു എമൗണ്ട് കിട്ടിയാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഷെയർസ് അലോട്ട് ചെയ്യാനായിട്ട് തുടങ്ങുള്ളൂ. അതിനെയാണ് ഈ ഒരു മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ആസ് പെർ ദി കമ്പനീസ് ആക്ട് ഓഫ് 1956, മിനിമം സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസ് കനോട്ട് ബി ലെസ് ദൻ 90% ഓഫ് ദി ഇഷ്യൂഡ് എമൗണ്ട്. നമ്മൾ ഇഷ്യൂ ചെയ്യണ എമൗണ്ടിൻ്റെ 90% എന്തായിരിക്കണം, മിനിമം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കണം. അതാണ് കമ്പനീസ് ആക്ട് പ്രകാരം പറയണത്. ഇഫ് ദ മിനിമം സബ്സ്ക്രിപ്ഷൻ ഈസ് നോട്ട് റിസീവ്ഡ്, ദ കമ്പനി കനോട്ട് അലൗട്ട് ഷെയർ ടു ഇറ്റ്സ് ആപ്ലിക്കൻറ്റ് ആൻഡ് ഇറ്റ് ഷോൾ ഇമ്മീഡിയറ്റ്ലി റീഫണ്ട് ദ എൻറ്റയർ ആപ്ലിക്കേഷൻ എമൗണ്ട് റിസീവ്ഡ് ഫ്രം ദ ആപ്ലിക്കൻറ്റ്. അതായത് നമുക്ക് അഥവാ മിനിമം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് നമ്മൾ വിചാരിച്ച രീതിയിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, നമ്മൾ കമ്പനിക്ക് ഷെയർസ് അലോട്ട് ചെയ്യാൻ പറ്റില്ല. പകരം നമ്മൾ ഈ കിട്ടിയ ആപ്ലിക്കേഷൻ മണി, ഇതുവരെ കിട്ടിയതൊക്കെ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ അതാണ് ഒരു മിനിമം സബ്സ്ക്രിപ്ഷൻ്റെ കേസിൽ പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്റ്റേജ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് മണിയൊക്കെ കിട്ടിയെന്ന് വിചാരിക്കാം, അങ്ങനെ നമ്മൾ ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്തു. അതായിരുന്നല്ലോ നമ്മളുടെ 3rd സ്റ്റേജ്. ഇനി നെക്സ്റ്റ് സ്റ്റേജിൽ അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. നമ്മളുടെ ഈ ഒരു മിനിമം സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് ഉണ്ടല്ലോ, ചില കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടും ആ ഒരു എമൗണ്ടിൻ്റെ ഉള്ളിൽ. അത് ഏതൊക്കെയാണ് നോക്കാം.
ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പർച്ചേസ് പ്രൈസ് ഓഫ് എനി പ്രോപ്പർട്ടി പർച്ചേസ്ഡ് ഓർ ടു ബി പർച്ചേസ്ഡ്. നമ്മൾ കമ്പനീൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതൊക്കെ നമുക്ക് ഈ ഒരു മിനിമം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ പ്രിലിമിനറി എക്സ്പെൻസ് പേയബിൾ ബൈ ദ കമ്പനി. എന്തെങ്കിലും കമ്പനി തുടങ്ങാൻ മുൻപേ നമ്മുടെ നിന്ന് കുറേ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ചിലവായിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് ഈ ഒരു ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് കിട്ടുമ്പോൾ അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ കമ്മീഷൻ ഓൺ ദി ഷെയർസ് പേയബിൾ ബൈ ദ കമ്പനി. അതായത് എന്തെങ്കിലും കമ്മീഷനും കാര്യങ്ങളും ഷെയർസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഈ ഒരു ചില സിറ്റുവേഷനിലുണ്ടല്ലോ, നമ്മൾ പറഞ്ഞല്ലോ ഒരു മിനിമം സബ്സ്ക്രിപ്ഷൻ വേണം എന്നുള്ളത്. അപ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടിയില്ലെങ്കിൽ അവിടെ ഒരു റിസ്ക് ഉണ്ടല്ലോ, നമുക്കത് പിന്നെ കമ്പനി തുടങ്ങാൻ പറ്റില്ലല്ലോ, നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടി വരുമല്ലോ. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ചില ആളുകളെ അണ്ടർ റൈറ്റേഴ്സായിട്ടൊക്കെ അപ്പോയിൻറ്റ് ചെയ്യാറുണ്ട്. അതായത് നമ്മൾ ഈ ഒരു മിനിമം സബ്സ്ക്രിപ്ഷൻ വാങ്ങിച്ച് തരാൻ വേണ്ടിയിട്ട് ഒരു ബ്രോക്കർ എന്നുള്ള രീതിയിൽ. അപ്പോൾ അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഓൾറെഡി ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടും. ഈ ഒരു മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ തന്നോളാം ഞങ്ങൾ എടുത്തോളാം എന്നുള്ളൊരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടാറുണ്ട്. അപ്പോൾ അവർക്ക് കമ്മീഷനും കാര്യങ്ങളൊക്കെ വരും, അങ്ങനെയുള്ളവരെ ഏൽപ്പിക്കും. അപ്പോൾ അതാണ് ഇതിൽ പറയണത്. അപ്പോൾ അങ്ങനെ കിട്ടിയെന്നുണ്ടെങ്കിൽ, മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടിയെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു എമൗണ്ട് ഇവരുടെ കമ്മീഷനിലേക്കും നമുക്ക് അടയ്ക്കാൻ പറ്റും. ദെൻ റീപേയ്മെൻറ്റ് ഓഫ് ലോൺ ടേക്കൺ ബൈ ദ കമ്പനി ഇൻ റെസ്പെക്ട് ഓഫ് അബവ് ദി മെൻഷൻഡ് മാറ്റർ. ഇപ്പം ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പേ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി എന്തെങ്കിലും ഒരു ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് ഈ ഒരു മിനിമം സബ്സ്ക്രിപ്ഷനിൽ നിന്ന് എടുക്കാൻ പറ്റും. പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ, അതും നമുക്ക് മിനിമം സബ്സ്ക്രിപ്ഷനിൽ നിന്ന് ചിലവാക്കാൻ പറ്റുന്നതാണ്. ദെൻ എനി അതർ എക്സ്പെൻസ് സ്റ്റേറ്റിംഗ് ഇറ്റ്സ് നേച്ചർ ആൻഡ് പർപ്പസ് ആൻഡ് എസ്റ്റിമേറ്റഡ് എമൗണ്ട് ഇൻ ഈച്ച് കേസ്. വേറെ ഏതെങ്കിലും റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മളുടെ കമ്പനീൻ്റെ ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്ത എമൗണ്ട് ആയാലും ഒക്കെ നമുക്ക് ഈ ഒരു മിനിമം സബ്സ്ക്രിപ്ഷനിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു. ഇനിയാണ് ലാസ്റ്റ് സ്റ്റേജാണ് കമ്മൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. അപ്പോൾ നമ്മളൊരു പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ ഒരു ഇൻകോർപ്പറേഷൻ്റെ ഇത് കിട്ടിയ ശേഷം ഉടനെ തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ പബ്ലിക് കമ്പനിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അവർക്കൊരു സർട്ടിഫിക്കറ്റ് ഓഫ് കമ്മൻസ്മെൻറ്റ് ബിസിനസ് എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റും കൂടി കിട്ടിയാൽ മാത്രമാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു സർട്ടിഫിക്കറ്റും കൂടി കിട്ടണം, എന്നാൽ മാത്രമാണ് നമുക്കിത് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളുടെ ക്യാപിറ്റലും കാര്യങ്ങളൊക്കെ സബ്സ്ക്രിപ്ഷൻ കഴിയുമ്പോൾ ഇതൊക്കെ നമ്മൾ രജിസ്ട്രാറിനെ അറിയിക്കണല്ലോ, അപ്പോൾ ആൾ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. പ്രൈവറ്റ് കമ്പനിക്ക് അങ്ങനത്തെ പ്രശ്നമില്ലല്ലോ, പബ്ലിക്കിൻ്റെ അങ്ങനെ ഷെയർസ് ഒന്നും ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ് അവർക്ക് ഇമ്മീഡിയറ്റ്ലി തുടങ്ങാൻ പറ്റുക. അപ്പോൾ അത്രയാണ് നമ്മളുടെ ഈ ഒരു സ്റ്റേജസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ മെയിനായിട്ട് 4 എണ്ണമായിരുന്നു നമ്മളുടെ കമ്പനി ഫോർമേഷന് ഉള്ള സ്റ്റേജസ്. ഫസ്റ്റ് പ്രൊമോഷൻ ആയിരുന്നു. അതിലാണ് നമ്മൾ ഐഡിയനെ എന്താക്കി മാറ്റണം, റിയാലിറ്റി ആയിട്ട് മാറ്റണത്. അതിൽ പ്രൊമോട്ടർ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പിന്നെ രജിസ്ട്രേഷൻ ആയിരുന്നു. അതിൽ രജിസ്ട്രേഷനിൽ നമ്മൾ രജിസ്ട്രാറുടെ കുറേ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ അതിൽ തന്നെ പറഞ്ഞിരുന്നു നമ്മൾക്ക് ഈ നമ്മൾ രജിസ്ട്രാർ സാറ്റിസ്ഫൈ ആയാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ അങ്ങനെ അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ നമ്മളുടെ പബ്ലിക് കമ്പനിയുടെ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിനിമം സബ്സ്ക്രിപ്ഷൻ്റെ കേസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്ര എമൗണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. പ്രൈവറ്റ് കമ്പനിക്ക് പിന്നെ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല, അവർക്ക് അങ്ങനെ പബ്ലിക്കിൻ്റെ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ദെൻ കമ്മൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് ആണ് അവസാനം പറഞ്ഞത്. അപ്പോൾ പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ അവർക്ക് ഇമ്മീഡിയറ്റ്ലി ഇൻകോർപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്മൻസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ പബ്ലിക് കമ്പനിക്ക് അങ്ങനെയല്ല, ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് കമ്മൻസ്മെൻറ്റിൻ്റെ, അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ കമ്മൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും സ്റ്റേജിലൂടെ പോയാലാണ് നമുക്കൊരു കമ്പനി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ഒരു കമ്പനി എന്ന് പറയുമ്പോൾ ഒരു ഇൻട്രോ ആയിട്ട് വരുന്നത്. ഓക്കെ, താങ്ക് യു.